നമ്മൾ ഓണം ആഘോഷിക്കുകയാണ് അല്ലേ? നമുക്ക് ഓർമ്മയായ കാലം മുതൽ അല്ലേ ഇങ്ങോട്ട് കയറിയുന്നു അല്ലേ? എൻ്റെ സുഹൃത്താണ്, ക്ലാസ്മേറ്റാണ് ഷാജി. എന്താ പേര്? ലാല്. അപ്പം ഈ മഹാബലിയുടെ യഥാർത്ഥ പേര് പറഞ്ഞാൽ ന്യൂ ജയാസിന്ന്, അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാതെ ഇപ്പോൾ അത് ഗിഫ്റ്റായിട്ട് കിട്ടും. മഹാബലിയുടെ യഥാർത്ഥ പേര് പെട്ടെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് സമയമുണ്ട്. യഥാർത്ഥം അറിയത്തില്ല. ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അറിയാമോ മഹാബലിയുടെ? അതും അറിയത്തില്ല. അച്ഛൻ്റെ ഇത് കോമഡി അടിക്കാറാ? ഇത് മറന്നുപോയാണ്. എന്താണ് മഹാബലിയുടെ യഥാർത്ഥ പേര്? ആ കറക്റ്റ് ഉത്തരവാണ് കേട്ടോ. ഇന്ദ്രസേനൻ കറക്റ്റ് ഉത്തരവാണ്. ഇത് അങ്ങോട്ട് വന്നു ഒരു ഗിഫ്റ്റ് അവിടെ നിന്ന് കിട്ടും. അപ്പം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പം നമ്മുടെ സമ്മാനം പറഞ്ഞ പേരെങ്ങനെയായിരുന്നു? ജയ ടീച്ചറായിരുന്നു അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. അപ്പം നമ്മുടെ സമ്മാനം ന്യൂ ജയാസിൽ കൊടുക്കുന്ന ഒരു വിഭവം ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ എല്ലാവിധ ആശംസകളും, ഓണാശംസകളും. ഹാപ്പി ഓണം. അപ്പം മഹാബലിയുടെ യഥാർത്ഥ പേര് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുപോകാം. പറയാൻ പറ്റുമോ? മഹാബലിയുടെ മൈക്ക് നേരെ വെച്ച് പറഞ്ഞു. മഹാബലിയുടെ യഥാർത്ഥ പേര് പറയാൻ പറ്റുമോ? മഹാബലിയുടെ അച്ഛൻ്റെ പേരെങ്കിലും പറയാമോ? മഹാബലിയുടെ അപ്പൂപ്പൻ്റെ പേര് പറയാമോ? ഇതിലേതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ ഒരു സമ്മാനം ഉറപ്പാണ്. അടിപൊളി സമ്മാനം. ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം നമുക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പം ഓണാശംസകൾ കേട്ടോ. താങ്ക് യു. നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. വ്ളോഗ് മഹാബലിയുടെ യഥാർത്ഥ പേര് പറയുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഓണസദ്യയ്ക്ക് വിളമ്പുന്ന ഒരു വിഭവങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഭവം നമുക്ക് ഇവിടുന്ന് ഗിഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ മഹാബലിയുടെ യഥാർത്ഥ പേര് കറക്റ്റ് ഉത്തരവാണ് കേട്ടോ. അപ്പം വേറെ എന്തായാലും ഹാപ്പി ഓണം. അപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടുന്ന് ആ ഗിഫ്റ്റോടെ വാങ്ങിച്ചോണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ജിജോ അല്ലേ? ജിജോയ്ക്ക് സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്നാൽ മഹാബലിയുടെ യഥാർത്ഥ പേര് നമുക്കറിയാം. മഹാബലിയുടെ യഥാർത്ഥ പേര് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഓണസദ്യക്ക് വിളമ്പുന്ന ഒരു വിഭവം നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. മഹാബലിയുടെ യഥാർത്ഥ പേര് അറിയത്തില്ല. മോനറിയോ മഹാബലി തമ്പുരാൻ്റെ പേരറിയത്തില്ല? അപ്പം മോൻ ആദ്യം ഹാപ്പി ഓണം കേട്ടോ. താങ്ക് യു. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താ? മഹാബലിയുടെ യഥാർത്ഥ പേര് അറിയാമായിരുന്നു, അറിയാം, ഇപ്പോൾ അറിയില്ല. എന്നാലും ഒരു മിനിറ്റ് സമയമുണ്ട്. 25 സെക്കൻഡേ ആയിരുന്നു. പറയാൻ പറ്റുമോ? അതായത് എൻ്റെ അച്ഛൻ്റെ പേര് പറയാം, അപ്പൂപ്പൻ്റെ പേര് പറയാം, മഹാബലിയുടെ പേരും പറയാം. അറിയാൻ പറ്റത്തില്ല. പേരെങ്ങനായിരുന്നു? എൻ്റെ പേര് സജീവ്. ഓക്കെ. അപ്പം ഹാപ്പി ഓണം. എല്ലാവിധ ആശംസകളും. നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. ഈ ചാനലും ന്യൂ ജയാസ് ഈ സ്ഥാപനവുമായിട്ട് നമ്മളൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് മഹാബലിയെക്കുറിച്ച്. ഈ മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? മഹാബലിയുടെ യഥാർത്ഥ പേര് എനിക്കറിയില്ല. അറിയാമോ മേഡം? ഉത്തരം പറയും. അറിയത്തില്ല. മഹാബലിയുടെ അച്ഛൻ്റെ പേര് അറിയാമോ? അറിയത്തില്ല. അച്ഛൻ്റെ പേര് അറിയത്തില്ല. കാരണം അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെ പേരും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്നൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പം മൂന്നാൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഹാപ്പി ഓണം. താങ്ക് യു. ഓക്കെ. എന്താ പേര്? രാജേഷ്. ഓണത്തിൻ്റെ തിരക്കില്ലേ അല്ലേ രണ്ടാളും? എന്തായാലും ഓണം നമ്മൾ ഭയങ്കര രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും അല്ലേ? അപ്പം ഓണം ജാതിമത ചിന്തകൾക്കപ്പുറം ലോക മലയാളികൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. മഹാബലി പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരികയാണ് അല്ലേ? അത്തം മുതൽ ഇങ്ങോട്ട് നമ്മളെ കാണാൻ വേണ്ടി പ്രജകളെ. എന്നാൽ ഈ മഹാബലിയുടെ യഥാർത്ഥ പേര് പറയുകയാണെങ്കിൽ ന്യൂ ജയാസിൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടും. മഹാബലിയുടെ യഥാർത്ഥ പേര് ഒരു മിനിറ്റ് സമയമുണ്ട്. 30 സെക്കൻഡായി. മഹാബലിയുടെ അച്ഛൻ്റെ പേര് പറയാം, അപ്പൂപ്പൻ്റെ പേര് പറയാം. അറിയത്തില്ല. വാമനാണ്. അല്ല പോട്ടെ, ഒരു കൺസ്ട്രക്ഷൻ തരാം.
ഈ വാമനൻ ആരായിരുന്നു? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. കറക്റ്റാണ്. അപ്പം എല്ലാവിധ ആശംസകളും കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ജയാസം ബ്ലോഗ് മാസ്റ്റർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂടി ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഓണവുമായി ബന്ധപ്പെട്ട്. അപ്പം ഈ മഹാബലി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ രാജാവ് നമ്മളെല്ലാം ഭരിച്ച ആളുടെ യഥാർത്ഥ പേര് പറയുകയാണെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം നമുക്ക് ഇവിടുന്ന് ഗിഫ്റ്റായിട്ട് പറയാൻ പറ്റും. മഹാബലിയുടെ യഥാർത്ഥ പേര്. 1 മിനിറ്റ് സമയമുണ്ട്, 30 സെക്കൻഡായി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പറയാമോ? അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെ പേര് പറയാമോ? അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഹാപ്പി ഓണം. നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. 28 ഓണത്തിനൊക്കെ ഇവിടെ ഒരുപാട് വേറെ ഗിഫ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പർച്ചേസിങ് നല്ല നടത്തുക. താങ്ക് യു. അപ്പോൾ അവരുടെ പേരെന്തുവാ? ആ, നല്ല പേരാണ് കേട്ടോ. അപ്പം നമ്മൾ ഓണം ആഘോഷിക്കുവാണ്, അതിൻ്റെ തിരക്കാണ് എല്ലാവരും അല്ലേ. ഇപ്പം ന്യൂ ജയാസ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ ന്യൂ ജയാസും ബ്ലോഗ് മാസ്റ്ററും കൂടി ചേർന്നിട്ട് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്യാണ്. നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പം മഹാബലി പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രജകളെ കാണാൻ എത്തും, അതാണ് ഐതിഹ്യം. എന്നാൽ ഈ മഹാബലിയുടെ യഥാർത്ഥ പേര് പറഞ്ഞാൽ നമുക്കിവിടുന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും സ്പോട്ടിൽ. മഹാബലിയുടെ യഥാർത്ഥ പേര്, യഥാർത്ഥ പേര്. കറക്റ്റ് ഉത്തരവാണ്. വളരെ സന്തോഷം. ഹാപ്പി ഓണം. കൈയോടെ വന്ന് വാങ്ങിച്ചു കേട്ടോ. ആ ശരി, കൊടുത്തോളൂ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം. കാർത്തിക്.